സോ ഒരു മൗത്ത് വാട്ടറിംഗ് കോൺടെസ്റ്റിലേക്ക് വീണ്ടും നമ്മൾ എത്തിച്ചേർന്നു. അവിടെ ഫസ്റ്റ് മിനിറ്റുകളിൽ തന്നെ മികവുറ്റ രീതിയിലുള്ള മുന്നേറ്റത്തിനുള്ള ശ്രമമാണ് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് നയിക്കുന്ന ഡിഫൻസ് ആണ്. ഇതാണ് ഒരു വാൾ പാസിനുള്ള ഒരു ശ്രമം. പക്ഷെ കൃത്യമായി ഫോർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു അറ്റാക്കിംഗ് ഫോർമേഷനിൽ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ കാണാൻ സാധിക്കുന്നത്. കാരണം 3 ഡിഫൻഡേഴ്സിനെ നമുക്ക് കൃത്യമായിട്ട് കാണാം. ദാറ്റ് മീൻസ് ഒരു 3-5 നല്ല മുന്നേറ്റം വീണ്ടും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഫിനിഷിംഗിലെ ഫൈനൽ പാസിലെ പോരായ്മ ഇപ്രാവശ്യം കേരള ബ്ലാസ്റ്റേഴ്സിന് ലക്ഷ്യത്തിലെത്താൻ സാധിക്കുന്നില്ല. ക്രോസ് നൽകിയ ദേവോയെ ഒന്ന് കൃത്യമായി നമ്മളൊന്ന് നോക്കാറുമാണ്. കാരണം 2007 ബോൺ ആണ്, 2007 ബോൺ ഡേറ്റ് ആയി ഉള്ള താരമാണ്, വളരെ യങ്സ്റ്റർ ആണ്. സോ അദ്ദേഹത്തെ കൂടി നമുക്ക് ഈ ഒരു അവസരത്തിൽ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. നേരെ മറുപുറത്തേക്ക് നല്ലൊരു അറ്റാക്കുമായി അവിടെ ഒരു ലൈൻ കൃത്യമായി കീപ്പ് ചെയ്യുന്നു. അവരുടെ ആ ഒരു ഓർഗനൈസ്ഡ് രീതി കൃത്യമായി ഫോളോ ചെയ്യുന്നു. ലാസ്റ്റ് ലൈൻ ഡിഫൻസിലാണ് കറന്റ്ലി പന്ത്. ആദ്യത്തെ 82 മിനിറ്റോളം ബാക്കി കിടക്കുന്നു നോർമൽ ടൈം. പക്ഷേ ഇംപ്രസീവ് സ്റ്റാർട്ട് എനിക്ക് തോന്നുന്നത് നമ്പർ ഓഫ് പാസസ്, ബോൾ കൃത്യമായി കാലിൽ വെക്കുന്ന ടീമായിട്ട് കാണുന്നത് ഗോകുലം കേരള FC ആണ്. വളരെ കംഫർട്ടബിൾ ആയിട്ട് ബോൾ കീപ്പ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. തൊട്ട് അടുത്തേക്ക് എത്തിച്ചേരാൻ എന്തായാലും അവരെ കൊണ്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും വരും നിമിഷങ്ങളിൽ ഒരു ഗോള് വരാനുള്ള സാധ്യതകളും കാണുന്നു. നല്ല ബ്രേക്ക് ത്രൂകളാണ് ഇപ്പോൾ കറന്റ്ലി കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് ആവശ്യം. മത്സരത്തിൽ ഓൾമോസ്റ്റ് ഒരു 15-20 കോർണറുകളും സെറ്റ് പീസുകളും ഒക്കെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വിൻ ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നു. പക്ഷെ അതൊന്നും ലീഗിൽ കണ്ടിരുന്നു. ഗോകുലം കേരള FC അവിടെ ചെറിയൊരു മിസ്സുണ്ട്. പക്ഷെ ആ കിട്ടിയ ബോളും കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാൻ അവിടെ ബ്ലാസ്റ്റേഴ്സ്. ജോൺസൺ വീണ്ടും ബാക്ക് പാസ് ആക്കി മാറ്റുന്നു. എത്രത്തോളം പ്രഷർ വന്നാലും ആ ഒരു ബോൾ പൊസഷൻ കീപ്പ് ചെയ്യാനുള്ള ആ ഒരു ഇന്റന്റ് തീർച്ചയായും, ഒരു മനോഭാവം തീർച്ചയായും ഗോകുലം കേരള FC അവരുടെ മുഖ്യ പരിശീലകനും അത്യാവശ്യം ബോൾ പൊസഷൻ കീപ്പ് ചെയ്ത് കളിക്കാനായി താരങ്ങളോട് എപ്പോഴും നിർദ്ദേശിക്കുന്ന ഒരു പരിശീലകൻ തന്നെയാണ്. എന്റെ നേരെ മറുപുറത്ത് അറ്റാക്കിങ്ങിനെ കാര്യമായി ഇഷ്ടപ്പെടുന്ന ഒരു പരിശീലകനാണ് നോയൽ. കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഇപ്പോഴത്തെ വെൽ ഓർഗനൈസ്ഡ് ആയി കൊണ്ടു നടക്കാൻ ആ പരിശീലകന് സാധിക്കുന്നു. ോളം സമയം കൈവശം ആടി വിളിക്കാനുള്ള ഇടയിലാണ് വീണ്ടും ഇടതുവശത്ത് സിറ്റുവേഷൻ കൃത്യമായി ഹാൻഡിൽ ചെയ്ത് അദ്ദേഹത്തിന്റെ ഡിഫൻഡേഴ്സിലേക്ക് തന്നെ വളരെ മനോഹരമായ പന്ത് മറിച്ചു നൽകുന്നു. ഏർലി ഗോളിലേക്ക് എത്താൻ അവർക്ക് എന്തായാലും ആദ്യ 27 മിനിറ്റിൽ സാധിച്ചിട്ടില്ല. എന്തായാലും ആ ഹാഫ് ടൈം വിസിലിന് മുൻപ് ഏത് ടീമിനാണോ ഒരു ഗോൾ നേടാൻ ഇവിടെ ഈ ഗ്രൗണ്ടിൽ സാധിക്കുക, അവർക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നു. കുറച്ചുകൂടി മോട്ടിവേറ്റഡ് ആയി അവർക്ക് ആ ഒരു രണ്ടാം പകുതി അതുപോലെ തന്നെ സമീപിക്കാം. എന്തായാലും തന്നെ കളിക്കുന്ന ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് കാണാം. അവരുടെ ഡിഫൻസീവ് ലൈന് ഇത്തവണ അത്യാവശ്യം കോൺഷ്യസ് ആയി തന്നെ നിൽക്കുന്നു. ഫ്ലാങ്കുകൾ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാനാണ് ബ്ലാസ്റ്റേഴ്സ് ഇനി ശ്രമിക്കേണ്ടത് എന്ന് ഫീൽ ചെയ്യുന്നു. ഒരു സെൻട്രൽ റീജിയനിലൂടെ അറ്റാക്കുകൾ കൃത്യമായി. ഗോൾ കീപ്പർ ഒരു പ്രാവശ്യം പോലും ഒരു ലോങ് കിക്ക് ഇതുവരെ ഗോകുലം കേരള FCയുടെ എടുത്തിട്ടില്ല. ദാറ്റ് മീൻസ് റിക്കവറി കേരള ബ്ലാസ്റ്റേഴ്സ്. ഒരു സെൻട്രൽ മിഡ്ഫീൽഡ് റീജിയനിൽ നിന്ന് സിദ്ധാർത്ഥാണ് പന്ത് മുന്നിലേക്ക് നൽകാനുള്ള ശ്രമം നടത്തുന്നത്. ക്ലിയറൻസ്. ഗോകുലം കേരളങ്ങൾക്കൊടുവിലാണ് ഈ ഒരു മത്സരം ഗോൾ രഹിത സമനിലയിൽ കറന്റ്ലി എത്തി നിൽക്കുന്നത്. എന്തായാലും ഒരു 0-0 സമനിലയിൽ ഈ മത്സരം അവസാനിക്കുമെന്നുള്ള യാതൊരു പ്രതീക്ഷയും വേണ്ട. കാരണം അത്രത്തോളം മികവുറ്റ രീതിയിൽ ഫോർവേഡ് ലൈനിലേക്ക് നല്ലൊരു പന്താണ്, നല്ല ഒന്നാന്തരമായ ഒരു ഫീഡിംഗ് ആണ് കറന്റ്ലി ആവശ്യം. ഇന്റർസെപ്ഷൻ ഗൂഗിൾ ക്രോസുകൾ പലതും വരേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എബിൻ ദാസിനെ പോലുള്ള ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിൽ ഉണ്ടാകുമ്പോൾ ഈ ഓൾ ഔട്ട് അറ്റാക്ക് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് നല്ലൊരു ബ്രേക്ക് ത്രൂ അവസരമാണ്. ആ ഫ്ലാങ്ക് കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുന്നു. ഇത്തവണ എബിൻ ദാസ് ആണ് പെനാൽറ്റി ഏരിയയിലേക്ക് ഒന്ന് പെനട്രേറ്റ് ചെയ്ത് കയറുന്നത്. പക്ഷെ കൃത്യമായി ഇത്തവണ ആ പന്ത് വീണ്ടും ഒന്നാം പകുതി ഓൾമോസ്റ്റ് ആ ഒരു അവസാന നിമിഷത്തിലേക്ക് എത്തുകയാണ്. 47-ാം നമ്പർ ജേഴ്സി താരമായ എബിൻ ദാസ്, ദ സ്റ്റാർ സ്ട്രൈക്കർ ഓഫ് കേരള ബ്ലാസ്റ്റേഴ്സ് FC. അദ്ദേഹത്തിൻ്റെതായിരുന്നു ആ ഒരു ഒന്നാം പകുതിയുടെ എന്നുള്ള ശുഭപ്രതീക്ഷയിൽ ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ ആരാധകരെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് FC വേഴ്സസ് ഗോകുലം കേരള FC മത്സരത്തിന്റെ രണ്ടാം പകുതിയിലേക്ക്. ഒന്നാം പകുതി ഗോൾ രഹിതമായി തന്നെ അവസാനിച്ചു. പക്ഷേ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു. അതിന്റെ ബാക്കി പത്രമായി രണ്ടാം പകുതിയിൽ നല്ല ഗോളുകൾ പിറക്കട്ടെ, നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ. എന്തായാലും തിരികെ പിടിച്ച പന്തുമായി അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മുന്നേറ്റത്തിനുള്ള ശ്രമം. നേരെ പെനാൽറ്റി ഏരിയയിലേക്ക് നല്ലൊരു അവസരമുണ്ട്.
ഒന്നാം പകുതിയിലെ സമാനമായ രീതിയിൽ തന്നെ രണ്ടാം പകുതിയിൽ തുടക്കത്തിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റം തന്നെ കാണാൻ സാധിക്കും. നമ്മൾ ഒന്നാം പകുതിയിൽ പ്രതീക്ഷിച്ചതും ഒന്നാം പകുതിയിൽ ഗോൾ വഴങ്ങാതിരിക്കുക, ആ ചൂടിന്റെ കാഠിന്യം ഇപ്പം കുറഞ്ഞിരിക്കുന്നു. ഒരു ഓൾ ഔട്ട് ഫുട്ബോളിലേക്ക് പതുക്കെ നീങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ് കാണുന്നത്. ഇത് തന്നെയാണ് അതിനുശേഷം സംഭവിച്ചത്. ഒരു പോസ്റ്റിലേക്കുള്ള ഷോട്ട് ആയിരുന്നു, മിസ്പ്ലേസ്ഡ് ആയിരുന്നു എങ്കിൽ പോലും പോകുന്നതിന് മുൻപ് വളരെ സേഫായി തന്നെ പന്തിനെ അകത്തേക്ക് ഇടുന്നു. പക്ഷെ അത് അംബിഷ്യസ് പാസ് ആയിരുന്നു എങ്കിൽ കൂടി അത് കളക്ട് ചെയ്യാൻ അവിടെ ഗോകുലത്തിന്റെ ഫോർവേഡ്സിന് സാധിക്കുന്നില്ല. റിഷാദിന്റെ ആ പാസ്സാണ്. റിഷാദ് അദ്ദേഹത്തിന്റെ ആ റിക്കവറിയും ആ ടീമിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന നമ്പർ 37 ജേഴ്സിയിൽ റിഷാദിന്റെ